യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമാണ് PSC നടത്താനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഇനി അടുത്തത് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുകൾക്കൊക്കെ കറണ്ട് അഫെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ ആസ്പിറൻസിനും അറിയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2018 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇവൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഒരു 2018 റൗണ്ട് അപ്പ് പോലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ, നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞു, അതിൽ ആരൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്, ആർക്കാണ് ബെസ്റ്റ് പ്ലെയർ കിട്ടിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ PSC ഫോക്കസ് ചെയ്യുന്ന ചില ഏരിയാസിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ചില കറണ്ട് അഫെയർസ് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നോക്കാം. എൻട്രി TVയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2018 നടന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2018 ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് 2018 ഫിഫ വേൾഡ് കപ്പ് എന്നുള്ളത്. വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. PSC മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ബെസ്റ്റ് ഫുട്ബോളറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലൂക്ക മോഡ്രിച്ച് ആണ്. ക്രൊയേഷ്യൻ പ്ലെയറാണിത്. അപ്പോൾ ഈ ചോദ്യം 1-2 തവണ PSC കഴിഞ്ഞ 2018 എൻഡോടുകൂടി നടന്ന എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2018 വേൾഡ് കപ്പിൽ ജയിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഫൈനൽ നടന്നിരിക്കുന്ന ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം എന്ന് പറയുന്നത്. തേർഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് ബെൽജിയമാണ്. വേൾഡ് കപ്പിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് റഷ്യയാണ്. 2022 വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത് ഖത്തറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഫാക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫെയർ ആണ്, ഇതിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ 2017-18 ഫിഫ ബെസ്റ്റ് ഫുട്ബോളർ ഫീമെയിൽ വിമൻ എന്നുള്ളത് മാർത്താണ്. ബ്രസീലിൻ്റെ പ്ലെയറായ മാർത്തയാണ് ബെസ്റ്റ് ഫീമെയിൽ ഫുട്ബോളർ ആയിട്ടുള്ളത്. ബാലൻഡിയോർ അവാർഡ് 2018 ഉള്ളത് എഗെയിൻ ലൂക്ക മോഡ്രിക്കിനാണ്. തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളത് 2022 നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വെന്യൂ ആണ്. ടോക്കിയോയിലാണ് 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാനിരിക്കുന്നത്. 2020 ഒളിമ്പിക്സിൻ്റെ വെന്യൂവും ടോക്കിയോ തന്നെയാണ്. 2024 ഒളിമ്പിക്സിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് പാരീസാണ്. 2028 ഒളിമ്പിക്സിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ലോസ് ഏഞ്ചലസ് ആണ്. ഈ വെന്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. PSC മുമ്പ് കാലങ്ങളിൽ ചോദിക്കുന്ന ഒരു രീതി, ഇതിൽ പല വെന്യൂ എപ്പോഴാണ് എവിടെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്, Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രീതി ഷാ ആണ്. ഇന്ത്യയുടെ 4ാമത്തെ ട്രോഫിയാണ് ഈ Under-19 വേൾഡ് കപ്പിലുള്ളത്. അടുത്ത് സാഫ് കപ്പ് ഫുട്ബോളാണ്. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പാണ് സാഫ് കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ കറണ്ട് വിന്നർ എന്ന് പറയുന്നത് മാലദ്വീപ്സ് ആണ്. പിന്നീട് ആസിസ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയാണ് എഗെയിൻ വിന്നർ. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലൈക്ക് അവാർഡുകൾ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതിൽ ഖേൽ രത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത് വിരാട് കോഹ്ലിക്കും മീരാഭായ് ചാനുവിനുമാണ്. മീരാഭായ് ചാനു എന്ന് പറയുന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർക്കും ക്രിക്കറ്റർ വിരാട് കോഹ്ലിക്കുമാണ് ഖേൽ രത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത്. വിംബിൾട്ടൺ മെൻസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ജോക്കോവിച്ചിനാണ്. വിംബിൾട്ടൺ വുമൻസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അഞ്ജലിക് കർബറിനാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ വിൻ ചെയ്തിരിക്കുന്നത് റോജർ ഫെഡറാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൻ ചെയ്തിരിക്കുന്നത് കരോളിൻ വോസ്നോയ്ക്കാണ്. ഇനി അറിയേണ്ട സന്തോഷ് ട്രോഫി മത്സരങ്ങളെ കുറിച്ചാണ്. സന്തോഷ് ട്രോഫിനെ കുറിച്ചൊക്കെ PSC മുമ്പ് ചോദിക്കാറുണ്ട്. സന്തോഷ് ട്രോഫി ഈ വർഷത്തെ പ്രൈസ് നേടിയിരിക്കുന്നത് കേരളമാണ്. കേരളത്തിൻ്റെ 6ാമത്തെ സന്തോഷ് ട്രോഫി വിജയമാണ് അത്. പിന്നെ ഒരു കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് അറ്റ് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നവജോത് കൗറാണ് അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് അറ്റ് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, അത് മേജർ അച്ചീവ്മെൻ്റാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ ഗോൾഡ് ജിംനാസ്റ്റിക്സ് വേൾഡ് ചലഞ്ച് കപ്പ് ദീപ കർമാക്കർ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഗോൾഡ് ജിംനാസ്റ്റിക്സ് വേൾഡ് ചലഞ്ച് കപ്പിൽ ജിംനാസ്റ്റിക്സിൽ ഇന്ത്യക്ക് ഒരു അഭിമാനമായിട്ടുള്ളത് ദീപ കർമാക്കറാണ്. ഫസ്റ്റ് യൂത്ത് അംബാസിഡർ ഓഫ് യുണിസെഫ് ഇന്ത്യ ഹിയാം ദാസ് ആണ് ഫസ്റ്റ് യൂത്ത് അംബാസിഡറായിട്ട് യുണിസെഫിൽ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഏഷ്യൻ സ്നൂക്കർ ടൂർ ടൈറ്റിൽ പങ്കജ് അദ്വാനിയാണ് ഇത്തരത്തിലുള്ളത്. പിന്നെ ബാഡ്മിൻ്റണിലേക്ക് വരുമ്പോൾ PV സിന്ധു നസോമി ഒക്കുഹാരനെ ഡിഫീറ്റ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇയർ എൻഡിങ് ടൂർണമെൻറ്റിൽ ഗോൾഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള
ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ് വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് അവാർഡുകൾ നോക്കാം. 2018 നൽകിയിട്ടുള്ള ചില അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 54ാമത് ജ്ഞാനപീഠ അവാർഡ് നിൽക്കുന്ന അമിതാഭ് ഘോഷിനാണ് കിട്ടിയിരിക്കുന്നത്. അത് അമിതാഭ് ഘോഷിന് കിട്ടിയത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ടു വിൻ ജ്ഞാനപീഠ അവാർഡ്, ഇംഗ്ലീഷിൽ റൈറ്റർക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ പേര് ഓർത്തിരിക്കുക. പിന്നെ 49th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കൺക്ലൂഡ്സ് ഇൻ ഗോവ. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFIയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകളും നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഫിലിം ഗോൾഡൻ പീകോക്ക് അവാർഡ് കിട്ടിയത് ഡോൺ ബാസ് എന്നൊരു ഉക്രൈൻ മൂവിക്കാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ലിജോ ജോസ് പള്ളിശ്ശേരിയാണ്. മലയാളിയായ ഡയറക്ടറാണ് ലിജോ ജോസ് പള്ളിശ്ശേരിയാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ മയ്യാവൂ എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് എഗെയിൻ സെയിം മൂവിക്ക് ചെമ്പൻ വിനോദിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം മലയാളിയാണ്. ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ ആക്ടർ എന്ന് പറയുന്നത് അനസ്റ്റിയ പുട്സോവിറ്റ്. അത് വെൻ ട്രീസ് ഫോൾ എന്നുള്ളൊരു ഉക്രൈനിയൻ ഫിലിമിലുള്ള അവരുടെ വേഷത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കും. പിന്നെ 48ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുള്ള അവാർഡാണ് കേരള ഫിലിം അവാർഡ്സ് കൊടുക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയാണ്. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയാണ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിരിക്കുന്ന പടം ടേക്ക് ഓഫ് ആണ്. 5 അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് ടേക്ക് ഓഫിനാണ്. ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന പടത്തിനാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിരിക്കുന്നത്. രാഹുൽ രുചി നായരാണ് ബെസ്റ്റ് ഫിലിമായ ഒറ്റമുറി വെളിച്ചത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ബെസ്റ്റ് ആക്ടർ ഇന്ദ്രൻസ് ആണ്. ആളൊരുക്കം എന്ന് പറഞ്ഞ പടത്തിനാണ് ഇന്ദ്രൻസ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് പാർവതിയാണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പ്രകടനത്തിനാണ് പാർവതിക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ടർ ലിജോ ജോസ് പള്ളിശ്ശേരി, ഈ മയ്യാവ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറായ ലിജോ ജോസ് പള്ളിശ്ശേരിക്കാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് 2018 നോബൽ പ്രൈസുകളും എക്സാമിന് ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. നമ്മൾ ജസ്റ്റ് നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ പേരുകളൊന്ന് നോക്കാം. കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന 3 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ് എച്ച് അർണോൾഡ്, ജോർജ് ബി സ്മിത്ത്, സർ ഗ്രിഗറി പി വിൻറ്റർ. അങ്ങനെ 3 പേരാണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഡയറക്റ്റഡ് എവല്യൂഷൻ ഓഫ് എൻസൈംസ് എന്നുള്ള ശാഖയിൽ പഠനം നടത്തിയതിനാണ് ജോർജ് പി സ്മിത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് എച്ച് അർണോൾഡിന് നോബൽ പ്രൈസ് ടീം റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ജോർജ് പി സ്മിത്തിനെയും സർ ഗ്രിഗറി പി വിൻറ്ററിനെയും റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ ഫേജ് ഡിസ്പ്ലേ ഓഫ് പെപ്റ്റിസൈഡ്സ് ആൻഡ് ആൻറ്റിബോഡീസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ പഠനം നടത്തിയതാണ്. ആൻറ്റിബോഡീസിൻ്റെയും പെപ്റ്റൈഡ്സിൻ്റെ ഒക്കെ കുറിച്ച് പഠനം നടത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് അവർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയതാണ് അർദർ ആഷ്കിൻ, ഡോണ സ്ട്രിക്ലാൻഡ്, ഗെറാഡ് മൊറേറു. ഇതാണ് ഫിസിക്സിന് ഈ പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതിൽ കിട്ടിയിരിക്കുന്നത് ഫോർ ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇൻവെൻഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ലേസർ ഫിസിക്സ് ആൻഡ് പിന്നെ ഫോർ ദ ഒപ്റ്റിക്കൽ ട്യൂസേഴ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ടു ബയോളജിക്കൽ സിസ്റ്റം. അതായത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ്. ഒപ്റ്റിക്കൽ ട്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേസറിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി ബീംസുകൾ ഉപയോഗിച്ചിട്ട് ഈ ക്യാൻസറസ് ടിഷ്യൂവിനൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഒപ്റ്റിക്കൽ ട്യൂസേഴ്സ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള പഠനങ്ങൾക്ക് നടത്താനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി അൾട്രാ ഷോർട്ട് ഒപ്റ്റിക്കൽ പൾസ്ഡ് ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറയും. ലേസർ ബീമിൻ്റെ ആംപ്ലിഫിക്കേഷനാണ്. സോ ലേസർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു 3 പേരും ഫിസിക്സിൽ നോബൽ പ്രൈസ് ഷെയർ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് മെഡിസിനിൽ ലഭിച്ചിട്ടുള്ള നോബൽ പ്രൈസാണ്. ജെയിംസ് പി അല്ലിസൺ ആൻഡ് തസ്കു ഹോൻചോ, ഇവർ 2 പേർക്കാണ് മെഡിസിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അത് അവർ ഫോർ ദ ക്യാൻസർ തെറാപ്പി ബൈ ഇൻഹിബിഷൻ ഓഫ് നെഗറ്റീവ് ഇമ്മ്യൂൺ റെഗുലേഷൻ. ബോഡിയുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എങ്ങനെ ക്യാൻസർ തെറാപ്പിക്ക് യൂസ് ചെയ്യാം എന്നുള്ള ചില പഠനങ്ങൾ നടത്തിയതിനാണ് ഇവർക്ക് 2 പേർക്കും മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡാണ് നോബൽ പീസ് പ്രൈസ് എന്ന് പറയുന്നത്.
നൊബൽ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഡെന്നിസ് മുക്വേജിനാണ് ആൻഡ് നാദിയ മുറാദ്. ഇവർക്ക് രണ്ടുപേർക്കാണ് നൊബൽ പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേർക്കും ഈ വാർ ടൈം ക്രൈംസ്, യുദ്ധസമയത്ത് നടക്കുന്ന ക്രൈമുകളെ കേർബ് ചെയ്യുന്നതിൽ ഒരുപാട് വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഇവർക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടിയിരിക്കുന്നത്. നാദിയ മുറാദ് എന്ന് പറയുന്ന ISISൻ്റെ തടവുകാരിയായിരുന്നു. പിന്നീട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ ഒരു സമയത്ത് നടന്നുള്ള സെക്ഷൽ ഹാരാസ്മെൻറ്റിനും അതുപോലെയുള്ള വാർ ടൈമിലുള്ള സെക്ഷൽ ഹാരാസ്മെൻറ്റിനൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവർക്കാണ് ഈ പ്രാവശ്യത്തെ പീസ് പ്രൈസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അടുത്ത ചില ടൈറ്റിലുകളാണ് മിസ് വേൾഡ് ടൈറ്റിലുകളാണ്. മിസ് വേൾഡ് 2018 വെനേസ പൊൻസെ, മെക്സിക്കോ കാരിയായ വെനേസയ്ക്കാണ് ഈ മിസ് വേൾഡ് 2018 അവാർഡ് കിട്ടിയിരിക്കുന്നത്. മിസ് ഇന്ത്യ അനുകൃതി വാസ്, തമിഴ്നാട് സ്വദേശി അനുകൃതി വാസിനാണ് മിസ് ഇന്ത്യ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. മിസ് യൂണിവേഴ്സ് 2018 കിട്ടിയിരിക്കുന്നത് കാട്രോണിയ എലിസ ഗ്രേ, ഫിലിപ്പൈനീസ് ആയ കാട്രോണിയ എലിസ ഗ്രേക്കാണ് മിസ് യൂണിവേഴ്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. 2018 അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചില മേജർ ഇവൻറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. മേജർ ഇവൻറ്റ്സും അതിൻ്റെ എവിടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. G20 കൺട്രീസിൻ്റെ മീറ്റപ്പ് നടന്നിരിക്കുന്നത് ബ്യൂണസ് അയേഴ്സിലാണ്, അർജൻറ്റീനയിലാണ് ഈ വർഷത്തെ G20 മീറ്റപ്പ് നടന്നിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത് യോങ്ചാങ്ങിലാണ്. അതൊരു സൗത്ത് കൊറിയൻ പ്രൊവിൻസ് ആണ്, ഒരു കൺട്രിയാണ്, ഓട്ടോണമസ് റീജിയനാണ്. സോ വിൻ്റർ ഒളിമ്പിക്സ് അവിടെയാണ് നടക്കുന്നത്. Under-20 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് പോളണ്ടിലാണ്. ഏഷ്യൻ ഗെയിംസ് ഇന്തോനേഷ്യ. വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടന്നിട്ടുള്ളത് മൊറീഷ്യസിലാണ്. ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പിനെയാണ് ബ്രിക്സ് എന്ന് പറയുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ അവരുടെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിക്സിൻ്റെ റീസെൻറ്റ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. ആസിയാൻ മീറ്റിംഗ്സ് നടന്നിട്ടുള്ളത് സിംഗപ്പൂരാണ്. ആസിയാൻ മീറ്റിംഗിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടന്നിട്ടുള്ളത് സിംഗപ്പൂർ വെച്ചിട്ടാണ്. സാർക്ക് ഉച്ചകോടി നടന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഇത്തവണ. സോ ഇത്രയും ഇവൻറ്റ്സ് ആണ് ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനിയുള്ളത് ചില അപ്പോയിൻമെൻറ്റുകളാണ്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അപ്പോയിൻ്റ് ആയിരിക്കുന്ന ഇമ്രാൻ ഖാനാണ്. ന്യൂസിലൊക്കെ ഒരുപാട് വന്നിരുന്നു, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പാകിസ്ഥാൻ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുന്നത് ആരിഫ് അലിയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചില മോക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരുന്നു പാകിസ്ഥാൻ PM ആരാണെന്ന് ചോദിച്ചിട്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഫസ്റ്റ് ലോകായുക്ത ഓഫ് മേഘാലയ എന്ന് പറയുന്നത്. മേഘാലയ ജസ്റ്റിസ് പ്രണോയ് കുമാർ മുഷാരിയാണ് ഫസ്റ്റ് ലോകായുക്ത ചെയർമാൻ ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് മേഘാലയയിലുള്ളത്. പിന്നെ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ട്രൈബ്സ് ഓഫ് ഇന്ത്യ MC മേരി കോം ആണ് ഇന്ത്യയുടെ ട്രൈബ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുക. 2018 46ാമത്തെ CJ ആണ്, ചീഫ് ജസ്റ്റിസ് ആണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് തുഷാർ മേത്തയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് സുനിൽ അറോറയാണ്. 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. UPSCയുടെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് അരവിന്ദ് സക്സേനയാണ്. ICCയുടെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് ശശാങ്ക് മനോഹറാണ് ഇപ്പോൾ ICCയുടെ ചെയർമാനായിട്ടുള്ളത്. ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് K ശിവനാണ്. 2014 അപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. RBI ഗവർണർ റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ശശികാന്ത ദാസാണ് RBI ഗവർണറായിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. ഉചിത് പട്ടേൽ റിസൈൻ ചെയ്ത ഒരു വേക്കൻസിയിൽ. പിന്നെയുള്ളത് സുപ്രീം കോർട്ട് കൊളീജിയമാണ്. കൊളീജിയം എന്ന് പറയുന്നത് ബേസിക്കലി ജഡ്ജസിനെ, സുപ്രീം കോർട്ടിനെയും ഹൈക്കോർട്ടിലേക്ക് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി തന്നെ ഏർപ്പാടാക്കുന്ന കുറച്ച് സീനിയർ മോസ്റ്റ് ജഡ്ജാണ്. ചീഫ് ജസ്റ്റിസും ഫൈവ് സീനിയർ മോസ്റ്റ് ജഡ്ജും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറയുക. ആ സിസ്റ്റമാണ് സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം വളരെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ തമ്മിലുള്ളൊരു പിടിവലിയുടെ ഒക്കെ ഭാഗമായിട്ട് റിക്കറൻ്റ്ലി ന്യൂസിലുണ്ട്. അതുകൊണ്ട് ആരാണ് ഈ കൊളീജിയം സിസ്റ്റത്തിലുള്ള ആളുകൾ എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉണ്ട്, മദൻ P ലോക്കർ ഉണ്ട്, ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ട്, ജസ്റ്റിസ് AK സിക്രി ഉണ്ട്, ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ. ഇത്രയും ആളുകളാണ് ഈ കൊളീജിയം സിസ്റ്റത്തിൽ ഇപ്പോൾ കൺസിസ്റ്റിംഗ് ആയിട്ട് ഉള്ളത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ചില ന്യൂ ചീഫ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണ്, പുതുതായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. അതിൽ മിസോറാം ചീഫ് മിനിസ്റ്ററായിട്ട് വന്നിരിക്കുന്നത് സൊറം തങ്കയാണ് മിസോറാം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത് ഭൂപേഷ് ബങ്കൽ. തെലങ്കാന ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖർ റാവു ആണ്. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ കമൽനാഥ് ആണ്. രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട്.
അപ്പോൾ ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ ഈ പേരുകളും ഏതൊക്കെ സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം, നന്നായിരിക്കും. ഇനി കേരളത്തിൽ തന്നെ പുതിയ മിനിസ്റ്റേഴ്സ് ചില റീ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളത്. മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ് ആയിട്ട് കെ കൃഷ്ണൻകുട്ടി അപ്പോയിൻറ്റഡായി. മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്പോർട്സ് ആയിട്ട് ഇ പി ജയരാജൻ അപ്പോയിൻറ്റഡായി. അപ്പോൾ ഈ പേരുകളും കൂടി അറിഞ്ഞിരിക്കുക. ഇനി ചില ഇമ്പോർട്ടൻറ്റ് ബുക്സാണ് 2018 കുറച്ച് ശ്രദ്ധയ്ക്കപ്പെട്ടിട്ടുള്ള ചില ബുക്കുകളാണ്. അപ്പോൾ ആ പുസ്തകങ്ങളും അതിൻ്റെ ഓതേഴ്സും ആയിരിക്കാം നമുക്ക് നോക്കാം. ഐ ആം HIV പോസിറ്റീവ്, സോ വാട്ട്, ജയന്ത കലിതയുടെ ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. 281 ആൻഡ് ബിയോണ്ട്, VVS ലക്ഷ്മണിൻ്റെ ബുക്കാണ്. ഫേമസ് ക്രിക്കറ്റർ VVS ലക്ഷ്മൺ, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി പറയുന്ന ഒരു പുസ്തകമാണ് 281 ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ്, ഹിലരി ക്ലിൻ്റൻ്റെ ബുക്കാണ് വാട്ട് ഹാപ്പൻസ് എന്നുള്ള ബുക്ക്. എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്, സൗരവ് ഗാംഗുലിയുടെ പുസ്തകമാണ് എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ് എന്നുള്ള പുസ്തകം. സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ, പി ചിദംബരത്തിൻ്റെ പുസ്തകമാണ് സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ എന്ന് പറയുന്നത്. വി ആർ ഡിസ്പ്ലേസ്ഡ്, മലാല യൂസുഫ് സായിയുടെ ബുക്കാണ്. അപ്പോൾ ചില പ്രധാനപ്പെട്ട ആണെന്ന് തോന്നുന്ന ചില പുസ്തകങ്ങളാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ചില യോധേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സും കൂടെ നിങ്ങൾക്ക് തോന്നുന്നു കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് കാണുന്ന ബുക്സ് ആൻഡ് ഔതേഴ്സ് എന്നുള്ള ടോപ്പിക്സിൽ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇന്ത്യ വർഷാവർഷങ്ങളിൽ ചില മിലിറ്ററി എക്സസൈസുകൾ നടത്താറുണ്ട്. മിലിറ്ററി എക്സസൈസ് വിത്ത് ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ അത്തരത്തിലുള്ള മിലിറ്ററി എക്സസൈസുകളും ഏത് കൺട്രിയാണ് നടന്നിട്ടുള്ളത്, ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് മിലിറ്ററി എക്സസൈസുകളാണ് നമുക്ക് നോക്കാം. ഇന്ദ്ര നേവി 18 എന്ന് പറഞ്ഞിട്ടൊരു മിലിറ്ററി എക്സസൈസ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലത്തെ ഇന്ത്യ ആൻഡ് റഷ്യ ആണ് ഇന്ദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യം ബേ ഓഫ് ബംഗാളിൽ വെച്ചിട്ടാണ് ആ ഒരു മിലിറ്ററി എക്സസൈസ് നടക്കുന്നത്. ഇന്ദ്ര നേവി 18 എന്ന് പറഞ്ഞ എക്സസൈസ് നടന്നിട്ടുള്ളത്, അത് അറിഞ്ഞിരിക്കുക. വജ്രപ്രഹാർ എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ് നടന്നത് ഇന്ത്യയും USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ബിറ്റ്വീനുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. ജയ്പൂരിലാണ് ഈ ഒരു എക്സസൈസ് നടന്നിട്ടുള്ളത്. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ചൈന ചേർന്ന് നടന്നിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ആൻഡ് ചൈന, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ളത് ഇന്ത്യ ആൻഡ് ചൈന, ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചൈനയിൽ വെച്ചിട്ടാണത് നടന്നിട്ടുള്ളത്. എഗെയിൻ ഇന്ദ്ര 2018 എന്ന് പറയുന്നത് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അത് നടന്നിരിക്കുന്നത് ഝാൻസി UP വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്, ജോയിൻറ്റ് എക്സസൈസ്, മിലിറ്ററി എക്സസൈസ്. അടുത്ത ധർമ്മ ഗാർഡിയൻ 2018 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ആൻഡ് ജപ്പാൻ മിലിറ്ററി എക്സസൈസ് ആണ്. മിസോറാമിൽ വെച്ചിട്ടാണ് അത് നടന്നിട്ടുള്ളത്. അപ്പോൾ ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തന്നിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ആണെന്ന് ഓർത്തിരിക്കുക. സഹയോഗ് ഹോപ്പ് ടാക് 2018 ഫസ്റ്റ് ഇന്ത്യ ആൻഡ് വിയറ്റ്നാം കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണത്. മിലിറ്ററി എക്സസൈസ് അല്ല, കോസ്റ്റ് ഗാർഡ്സിൻ്റെ എക്സസൈസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം സഹയോഗ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബേ ഓഫ് ബംഗാളിലാണ് അഗെയിൻ അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഏവിയൻ ഇന്ദ്ര 18 എന്നുള്ളതാണ്. ഇന്ത്യയും റഷ്യയും എയർഫോഴ്സുകൾ ഒരുമിച്ച് കടന്ന് നടത്തിയിട്ടുള്ള ഒരു എക്സസൈസാണ് ഏവിയൻ ഇന്ദ്ര എന്ന് പറയുന്നത്. അത് ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് നടത്തിയിട്ടുള്ളത്. യുദ്ധാഭ്യാസ് 2018 എന്ന് പറയുന്നത് ഇന്ത്യയും US തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. നൊമാഡിക് എലഫൻറ്റ് 2018 എന്ന് പറയുന്നത് ഇന്ത്യയും മംഗോളിയയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അത് മംഗോളിയയിൽ വെച്ചിട്ടാണ് ഒരു മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുള്ളത്. മൈത്രി 2018 എന്ന് പറയുന്നത് ഇന്ത്യ തായ്ലൻഡിൻ്റെയും ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ് മൈത്രി എന്ന് പറയുന്നത്. അത് നടന്നിരിക്കുന്നത് തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യവും ഓർത്തിരിക്കുക. മിലിറ്ററി എക്സസൈസ് സംബന്ധിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫെയറിൽ നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ അൺവെയിൽ ചെയ്ത ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാച്യുക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹയസ്റ്റ് സ്റ്റാച്യു ഇൻ ദ വേൾഡ്, ലോകത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ള സ്റ്റാച്യൂസാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് രാംവി സുതാർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 182 മീറ്ററാണ്, അല്ലെങ്കിൽ 597 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 31 ഒക്ടോബർ 2018 അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത്
സർദാർ സരോവർ ഡാമിനെ ഫേസ് ചെയ്യുന്ന പോലെ റിവർ നർമ്മദയിലാണ് ഉള്ളത്. നർമ്മദയിലുള്ള റിവർ ഐലൻഡിൽ സർദാർ സരോവർ ഡാമിനെ ഫേസ് ചെയ്ത പോലെയാണ് ഈ ഒരു സ്റ്റാച്യൂയുടെ നിൽപ്പ് എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 143-ാമത്തെ പട്ടേലിൻ്റെ ബർത്ത് ആനിവേഴ്സറിക്കാണ് ഈ ഒരു പ്രതിമ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് കറണ്ട് അഫെയർ ആയിട്ടുള്ള റിലേറ്റഡ്. ഇത് കൂടാതെ നിങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ ചില പഠനങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റീസെൻ്റ്ലി നമുക്കറിയാം കേരള ഫ്ലഡ്സ് നമ്മളെയൊക്കെ ഭയങ്കര ദുരിതത്തിലാറ്റിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ചില ഓപ്പറേഷൻസിൻ്റെ പേരുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ മദത് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ, അതായത് ഇന്ത്യൻ നേവിയാണ്, ഇന്ത്യൻ നേവിയുടെ റെസ്ക്യൂ ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ മദത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഓപ്പറേഷൻ സഹയോഗ്, ഇന്ത്യൻ ആർമിയുടെ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഹയോഗ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ജൽരക്ഷ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ്മെൻസ്, കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഫാമിലീനെ, ഫ്ലഡിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാമിലീനെ അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ റീഹാബിലിറ്റേഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേര് ഓർത്തിരിക്കുക. പിന്നെ ഓപ്പറേഷൻ കരുണ ആണ്. അത് എയർഫോഴ്സിൻ്റെ ഓപ്പറേഷനാണ്. എയർഫോഴ്സ് കേരള ഫ്ലഡ്സിൻ്റെ സമയത്ത് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ആയി എന്നുള്ളത്. അപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ആവുന്നതോടുകൂടി 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അപ്പോൾ അതൊരു ചോദ്യത്തിനുള്ള സാധ്യതയാണ്. കണ്ണൂർ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്ത് മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരളത്തിൽ കണ്ണൂരിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ടും ഒരേ ഒരു സംസ്ഥാനമായിട്ടും കേരളം മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഇപ്പോൾ കണ്ണൂർ കൂടെയാണ് എയർപോർട്ടായിട്ട് ഉള്ളത്. അപ്പോൾ ഇതൊരു കറണ്ട് അഫെയർ ചോദ്യത്തിന് സാധ്യതയുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇവൻസുമാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് നോക്കാനുള്ളത് ആർട്ടിക്കിൾസ് ആൻഡ് അമെൻമെൻറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ നോക്കാം. അപ്പോൾ 2018 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കറണ്ട് ഇവൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മുമ്പ് നമ്മൾ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കറണ്ട് അഫയേഴ്സ് റൗണ്ട് അപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് 3-4 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഇവൻറ്റ്സും നിങ്ങൾ മിസ് ചെയ്യാതെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയി നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.